ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഹെയർ ബോ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ഹെയർ ബോൻ്റെ പോലെ തന്നെയാണ് ഒരു ഹെയർ ബണ്ണ് കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 5 ഇഞ്ചാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 30 ഇഞ്ചാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4 ഇഞ്ചിൻ്റെ താഴെയായിട്ട് ഒരു ലേസിനെ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലേസിന് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടി ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടി ഇതുപോലെ ഒരു ലേസിനെ വെച്ച് കൊടുക്കണം. രണ്ട് ഭാഗത്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നേരത്തെ ഇട്ടിട്ടുള്ള ആ ഒരു 4 ഇഞ്ച് ഉണ്ടല്ലോ, ആ ഒരു 4 ഇഞ്ചിൻ്റെ ഇതിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് അങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും സ്റ്റിച്ചുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് വരെയാണ് കൊടുക്കേണ്ടത്. ഈ ഒരു തുമ്പിനോട് ചേർത്ത് സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ലേസ് ഇട്ടിട്ടുള്ള ആ ഒരു ഭാഗത്തിന് പുറം മറച്ചെടുക്കുക. അതാണ് നല്ല വശം വരുന്നത്. അപ്പോൾ ഈ ഒരു നല്ല വശത്തിന് ഒന്ന് പുറം മറച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. വൺ സൈഡ് പുറം മറച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓപ്പോസിറ്റ് വരുന്ന സൈഡ് കൂടി അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബക്കുകളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം എടുക്കുക. ഇനി ഇതുപോലെ 1 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് ആണ് എടുക്കുന്നത്. ഈ ഒരു എലാസ്റ്റിക്കിനെ അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗമാക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതുപോലെ ഒരു പിന്ന് കുത്തി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ട് ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു തുണിയെ ഇങ്ങനെ ഒന്ന് ചുരുക്കി കൊടുക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പിൻ കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഓപ്പോസിറ്റ് വരുന്ന സൈഡും കൂടി ഇതുപോലെ തന്നെ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. തുണിയെ ഇങ്ങനെ ഒന്ന് ചുരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു പിൻ കുത്തി യോജിപ്പിച്ചെടുക്കാം. നേരത്തെ വിട്ടിട്ടുള്ള ആ ഒരു ഭാഗം തുന്നി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു പിൻ ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് 3-4 സ്റ്റിച്ചുകളെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ 2 ഭാഗത്തും സ്റ്റിച്ചുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എലാസ്റ്റിക്കിനെ മൊത്തത്തിലൊന്ന് വലിച്ചു പിടിക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ചിട്ട സമയത്ത് ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിനുശേഷം അതിൻ്റെ സൈഡിലുള്ള ഈ ഒരു തുണിയെ ഇതുപോലെ ഒന്ന് മറച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന സൈഡും കൂടി ഇതുപോലെ ഒന്ന് മറച്ചെടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അതിലേക്കൊരു കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹെയർ ബോ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഹെയർ ബണ്ണും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ക്ലോത്തിൻ്റെ മൊത്തം ലെങ്ത്ത് എടുക്കുന്നത് 25 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒത്തിരി ഹെയർ ബൺ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഒന്ന് കാണുക, ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. ആദ്യമായിട്ടൊക്കെ ഷൈൻ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. അടുത്ത ദിവസം കിടിലനായിട്ടുള്ള ഐഡിയാസുമായിട്ട് വരാം. താങ്ക് യു.